നൗലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സത്യവിരുദ്ധമെന്ന് ദേവസ്വം ബോർഡ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചെന്ന പരാമർശമില്ല. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന റിപ്പോർട്ട് ഉദ്യോഗസ്ഥ വീഴ്ചയെന്നും വിശദീകരണം. മടിയിൽ കലമില്ലെന്നും യഥാർത്ഥ കണക്ക് പുറത്തു വരുമെന്നും MP ഗോവിന്ദൻ. ശരിയായ അന്വേഷണം നടന്നാൽ പലരും അഴിയേണ്ടി വരുമെന്ന് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിനായി സ്വർണ്ണപ്പാളികളിൽ നിന്ന് മുറിച്ചെടുത്തത് വലിയ ഭാഗങ്ങൾ. ദ്വാരപാലക ശില്പത്തിന്റെ കൈയുടെ ഭാഗവും ശേഖരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സന്നിധാനത്ത് നടന്ന പരിശോധന അവസാനിച്ചു. പലിശക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കി. മരിച്ചത് ഇരിങ്ങപ്പുറം സ്വദേശിനി ജുമൈല. നാട്ടുകാരിയായ ആബിദയിൽ നിന്ന് വാങ്ങിയ 9,000 രൂപയുടെ പലിശ മുടങ്ങിയതാണ് കാരണമെന്ന് വിവരം. സംഭവത്തിൽ കേസെടുത്തു പോലീസ്. അലൻ ഷെറിൻ അബ്രഹാം ഇനി ജീവിക്കുക 4 കുഞ്ഞുങ്ങളിലൂടെ. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച അവയവങ്ങൾ ഉടൻ മാറ്റിവെക്കും. വേദന നിറഞ്ഞ നിമിഷത്തിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത മാതാപിതാക്കളുടെ തീരുമാനം അഭിനന്ദനാർഹമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് 7 ആണ്ട്. വയനാട്ടുകാരനായ VV വസന്തകുമാർ ഉൾപ്പെടെ രാജ്യത്തിന് നഷ്ടമായത് 40 ധീര ജവാന്മാരെ. വഴക്കാട്ടിയിലെ സ്മൃതി മണ്ഡപത്തിൽ വസന്തകുമാർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് കുത്തനെ ഉയർന്ന സ്വർണ്ണവില വീണ്ടും 1,15,000-ന് മുകളിൽ. പവന് ഒറ്റയടിക്ക് വർദ്ധിച്ചത് 1,920 രൂപ. ഡോളർ സൂചികയിൽ ഇടിവാണ് സ്വർണ്ണവില കൂടാൻ കാരണമെന്ന് വിലയിരുത്തൽ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ വേദനാജനകവും തികച്ചും അവാസ്തവമായ പ്രചാരണങ്ങളെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചുവെന്ന ഒരു പരാമർശവുമില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്ക് തെറ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. നിലവിൽ പുറത്തു വന്നത് എസ്റ്റിമേറ്റ് മാത്രമാണ്. തങ്ങളുടെ മടിയിൽ കനമില്ലെന്നും യഥാർത്ഥ കണക്ക് പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് എല്ലാം കയ്യും കണക്കുണ്ടാവും. ഇന്നലെ പറഞ്ഞത് മറുപടി എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും. കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പൂർണ്ണമായ രൂപം വരും. രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. പകുതിയായിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഏത് ഓഡിറ്റ് റിപ്പോർട്ട്? അല്ല, ആര് നടത്തിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്? ആര്? സ്വകാര്യവൽക്കരണം. എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾ? എന്ത് സ്വകാര്യ ഓഡിറ്റാണ്? ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായിട്ട് കണക്കല്ല. അത് എസ്റ്റിമേറ്റാണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി പറയേണ്ട ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കുടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന കരുതസ്ഥിതിയിൽ എങ്ങനെയെങ്കിലും അത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കാ അറിയാത്തത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വൻ ക്രമക്കേടെന്ന് രമേശ് ചെന്നിത്തല. 7 കോടി രൂപയ്ക്ക് പരിപാടി സംഘടിപ്പിച്ച ശേഷമാണ് സ്പോൺസർമാരെ തേടി നടക്കുന്നത്. ശരിയായ അന്വേഷണം നടന്നാൽ പലരും വഴിയെണ്ണേണ്ടി വരും. യുവതീ പ്രവേശനത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണെന്നും ആഗോള അയ്യപ്പ സംഗമത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ചെന്നിത്തല പറഞ്ഞു. 7 കോടി രൂപയുടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് ആ സംഗമം കഴിഞ്ഞിട്ടാണ് സ്പോൺസർമാരെ തിരക്കി നടക്കുന്നത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പരിപാടിക്ക് സ്പോൺസർമാരെ നേരത്തെയാണ് തീരുമാനിക്കുന്നത്, കണ്ടെത്തുന്നത്. ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്.
ടെൻഡർ വിളിക്കാതെയാണ് ഒരാളുകളുടെ സബ്സിഡിയറി കമ്പനിക്ക് ചുമതല ഏൽപ്പിച്ചത്. അടിമുടി ഇതിനകത്ത് അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് മന്ത്രിക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ശരിയായ ഒരു അന്വേഷണം നടത്തിയാൽ പലരും ഇതിന്റെ പേരിൽ തന്നെ നിയമത്തിന്റെ മുമ്പിൽ പോകേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും. ശരിയായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഉണ്ടാവുകയാണെങ്കിൽ പലരും അഴി എണ്ണേണ്ടി വരും. അയ്യപ്പന്റെ പേരിലുള്ള ഈ കൊള്ള ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഇപ്പൊ തുടർന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന് ശബരിമലയോട് ഇത്രയും വലിയ വിരോധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യുവതീ പ്രവേശനത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോഴെത്തി നിൽക്കുന്ന ആഗോള സംഗമത്തിൽ കോടികളുടെ അഴിമതിയാണ്. അതുകൊണ്ട് ആഗോള സംഗമത്തെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഇതിൽ നടന്നിട്ടുള്ള വെട്ടിപ്പും തട്ടിപ്പും പുറത്തു വരണം. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വാർത്ത ഏറെ ചർച്ചയാകുന്നത്. ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇത് ഈ ഓഡിറ്റിംഗ് സംഘത്തിന് സംഭവിച്ച ഒരു പിഴവാണെന്നാണ്. അത്തരത്തിൽ ചെറുതായി വരേണ്ട ഒരു പിഴവാണോ ഈ നടന്നിട്ടുള്ളത്? അവണി, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ വലിയൊരു വിവാദത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ഒരു വലിയ തുക ചിലവഴിക്കുന്നത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള കണക്കുകൾ പറയുമ്പോൾ അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഈ വ്യക്തത വരാത്തത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ സമയമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വരുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യങ്ങളിൽ പറയുന്നത്, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെലവഴിച്ചു, കട്ടിലിനുള്ള അതിനടക്കമുള്ള കാര്യങ്ങളിൽ നിരവധി ആവശ്യങ്ങൾക്കും പണം ചെലവഴിച്ചുവെന്നും ഒക്കെ ഈ ഓഡിറ്റിൽ പറയുന്നു എന്നുള്ള വരുന്ന വാർത്തകൾ, ആ വിവരങ്ങൾ ഒന്നും സത്യമായിരുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് കണക്കുകൾ അന്തിമമായിട്ടില്ലെന്നാണ്. അതായത് വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഓഡിറ്റിൽ പിഴവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് അത് അന്തിമമായിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇനി വ്യക്തമാക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ആഗോള അയ്യപ്പ സംഘത്തിന്റെ വരവ് ചെലവ് കണക്ക് പറയുമ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകി എന്നുള്ളത്, അങ്ങനെ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അതായത് ഓഡിറ്റിംഗ് റിപ്പോർട്ടിലെ പിശകാണ് അത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ തുക പോയത് സംഗീതജ്ഞൻ ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണ്. തുടക്കത്തിൽ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പരിപാടി സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ സംഘത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ മറ്റു പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തെ തുടർന്ന് അന്ന് ഈ നന്ദഗോവിന്ദ ഭജൻസിന് അന്ന് ആ പരിപാടി ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഈ സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിക്കേണ്ടി വന്നത് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 25-ലധികം കലാകാരന്മാരെ ഉൾപ്പെടുത്തി, 10-ലധികം ടെക്നീഷ്യന്മാരെ ഉൾപ്പെടുത്തി, അങ്ങനെ 35 പേർ പങ്കെടുക്കുന്ന മികച്ച സംഗീതാവിഷ്കാരമാണ് നടത്തിയതെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സംഘത്തിന്റെ ചെലവിനായി തന്നെ 5 ദിവസത്തെ താമസം, ഭക്ഷണം, റിഹേഴ്സൽ തുടങ്ങിയ എല്ലാ ചെലവും ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയാണ് അന്ന് ചെലവായതെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. കണക്കുകളുടെ കാര്യത്തിൽ ക്രമക്കേടുകൾ തോന്നിക്കഴിഞ്ഞാൽ അത് അന്തിമമായ ഒരു റിപ്പോർട്ട് ആയിരുന്നില്ല, ഓഡിറ്റിൽ പിശക് വന്നിട്ടുണ്ട് എന്ന് ആവർത്തിക്കുകയാണ്. ഇവിടെ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലും വലിയ ഒരു തിരിച്ചടിയായിട്ടുള്ളത്. സ്പോൺസർഷിപ്പിന് തുക ചെലവഴിച്ചതിന് ശേഷമാണ് സ്പോൺസർമാരിൽ നിന്നും പണം തേടിയതെന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നുണ്ട്. പ്രതിപക്ഷമെല്ലാം അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർത്തുന്നുണ്ട്. സാധാരണ സ്പോൺസർമാരെ കൊണ്ടുവന്ന അവരിൽ നിന്ന് പണം ശേഖരിച്ചതിന് ശേഷമാണ് പരിപാടി നടത്തുന്നത്. ഇവിടെ പണം എടുത്ത് ചെലവാക്കിയതിനു ശേഷം സ്പോൺസർമാർക്കായി അന്വേഷണം നടത്തുന്നു, അതിനായി ഓടുന്നു എന്നടക്കം ഉള്ള ആക്ഷേപം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ്. ഏതായാലും ആ ഒരു കാര്യത്തിൽ ഒരു സത്യാവസ്ഥയുണ്ട്. അതായത് സ്പോൺസർഷിപ്പ് തുക 3 കോടി പിന്നീട് പിരിച്ചെടുക്കാൻ സാധിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രത്യേക അക്കൗണ്ടിൽ നിന്നും, ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും ഇതിനാവശ്യമായ പണം നേരത്തെ ഓഡിറ്റിൽ, അതായത് നേരത്തെ തന്നെ ബജറ്റിൽ തയ്യാറാക്കി വെച്ചിരുന്ന പണത്തിൽ നിന്നും അതിൽ നിന്നും എടുത്ത് ചെലവാക്കിയതാണ്. ഏകദേശം 5 കോടി രൂപയോളം ചെലവാക്കിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 3 കോടിയാണ് ഇപ്പോൾ സ്പോൺസർഷിപ്പ് തുകയായിട്ട് പിരിച്ചെടുത്തിട്ടുള്ളത്. പ്രത്യേക അക്കൗണ്ടിൽ തന്നെ ആ ബാക്കി തുക പലിശ അടക്കം 1,74,40,912 രൂപ അവശേഷിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. എന്നാൽ ഈ കണക്കുകളിലൊരു അവ്യക്തതയുണ്ട്. സർക്കാരിന്റെ ചെലവ് വരവുകളിലുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഓഡിറ്റിന്റെ പിശക് കാരണമാണ് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് ഇപ്പോൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനെ എങ്ങനെയാണ് ഈ ചെലവാക്കിയത്, എത്രത്തോളം ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യക്തത വരുത്താനായിട്ട് സാധിക്കുന്നില്ല. അത് പിന്നീട് ഉണ്ടാകുമെന്നുള്ളൊരു രീതിയിൽ പറയുകയാണ്. പക്ഷെ അതിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി വരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു വിശദീകരണം ഇത്തരത്തിലായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. അവണി.
ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുകൾ വലിയ രീതിയിലുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ഒരു കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾക്കൊക്കെയും വഴിതിരിച്ചിട്ടുള്ളത്. ഈ നന്ദഗോവിന്ദൻ ഭജൻസുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ഇവർക്ക് പണം, ഇവരുടെ പരിപാടിയാണ് ആദ്യം ബുക്ക് ചെയ്തിരുന്നത് എങ്കിൽ പോലും അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണമായി ഇതിൽ പറയുന്നത്. പകരം ഇഷാന്റെ ഗാനസന്ധ്യയാണ് വെക്കുകയുണ്ടായത്. എന്നാൽ ഇത് ഓഡിറ്ററെ അറിയിക്കാൻ വിട്ടുപോയി എന്നുള്ളൊരു ന്യായീകരണമൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്രയും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു വീഴ്ച അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമായുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട 17-ാം തീയതി യോഗം ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ വിശദമായ രീതിയിൽ ഈ കണക്കുകളൊക്കെയും ചർച്ച ചെയ്യുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന പ്രതികരണമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതികരണം ദേവസ്വം ബോർഡ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിലാണ് വീഴ്ച സംഭവിച്ചതെന്നും ഈ നന്ദഗോവിന്ദ ഭജൻസിന്റെ പരിപാടി നടക്കാതെ പോയതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഈ ആദ്യ എസ്റ്റിമേറ്റ് നൽകുന്നതിലുണ്ടായ വീഴ്ചയാണ് കാരണമെന്നും പറയുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിൽ നിന്നും ആർ വി ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ വി ബാബു, ഇത്രയും വലിയൊരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. ഇതിൽ കോടികൾ ചിലവഴിച്ചാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത്. ശരിക്കും താങ്കൾക്ക് ലഭിക്കുന്ന ഒരു വിവരം പ്രകാരം എത്ര കോടി രൂപയുടെ പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത്? അങ്ങനെ ഇപ്പോ എത്ര കോടി രൂപയുടെ പരിപാടിയാണ് എന്നുള്ളത് ദേവസ്വം ബോർഡിന് തന്നെ കണക്കില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് പറയും? 11 കോടി രൂപയാണ് എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു 3 കോടി രൂപയെ കൂടുതൽ ചെലവായിട്ടില്ലാന്ന്. 5 കോടി രൂപ ചെലവായി, 4.5 കോടി രൂപ ചെലവായി എന്ന് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ ഇടക്കാല റിപ്പോർട്ട് കേരള ഹൈക്കോടതിയിൽ കൊടുത്തു. എത്ര കോടി രൂപ ചെലവായി എന്ന് ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞ് സെപ്റ്റംബർ 20-ാം തീയതി കഴിഞ്ഞതാണ്. ഇപ്പോ നമ്മള് 4 മാസം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. 4 മാസം കഴിഞ്ഞിട്ടും ഈ ചെലവായി അയ്യപ്പ സംഗമത്തിന് എന്ന് കൃത്യമായി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, തെറ്റായ കണക്കുകൾ പറയുന്നു. ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയ ഓഡിറ്റർമാര് തന്നെയാണ് പറയുന്നത് തെറ്റാണ് ഈ കണക്കുകളെന്ന്. അവര് കൊടുത്ത കണക്കിൽ നന്ദഗോവിന്ദം ഭജന നടത്തിയതിന്റെ പൈസ 8 ലക്ഷം രൂപയുടെ ബില്ല്, നടത്താത്ത ഭജനയുടെ ബില്ല് വരെ അതിൽ ഉൾപ്പെടുന്നു. ഇപ്പൊ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ദേവസ്വം ബോർഡ് തന്നെ സംഭവിച്ച ക്രമക്കേടുകൾ തുറന്ന് സംബന്ധിച്ച് വിശദീകരണ കുറിപ്പിറക്കിയല്ലോ. ഈ ഇവന്റ് മാനേജ്മെന്റ് കൊടുത്ത കണക്കിൽ സംഭവിച്ച പെശകാണ് എന്ന് പറയുന്നു. ഇപ്പൊ സമ്പൂർണമായും ഈ ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞ ഒരു പുസ്തകമായി കഴിഞ്ഞു. ദേവസ്വം ബോർഡിലെ ഭരിക്കുന്ന ആളുകൾ മുഴുവൻ കൊള്ളക്കാരാണ് എന്ന് വന്നു കഴിഞ്ഞു. ഈ ദേവസ്വം ബോർഡ് സംവിധാനം ഒളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് നിലനിൽക്കുന്ന ഒരു കൊള്ള സങ്കേതമാണ് ദേവസ്വം ബോർഡ് എന്ന് ഇതിനകം തന്നെ എല്ലാ നിലയ്ക്കും, ഇത് ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല, സകല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ഇതേപോലെ കൊള്ള സങ്കേതങ്ങളാണ്. ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന യൂണിയൻ സംവിധാനം, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര്, ഇവരെല്ലാം ചേർന്ന് ഒരു കൂട്ട് കമ്പനിയായി, കള്ള കമ്പനിയായിട്ട് പ്രവർത്തിച്ച് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയ്യപ്പ സംഗമമായാലും അതേപോലെ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയായാലും തട്ടിലപ്പാളിയുടെ കൊള്ളയായാലും എല്ലാം ഇവരെല്ലാം ചേർന്ന ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം യൂണിയനും, പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയൻ നേതാക്കന്മാർ കൂടി ചേർന്ന് നടത്തുന്ന കൊള്ളയാണ്. അതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ദേവസ്വം ബോർഡിൽ തന്നെ കണക്കില്ല. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സർക്കാരിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. ഒരു പരിധി വരെ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നു എന്ന് പറയുന്ന കോടതിക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഈ പുറത്തു വരുന്ന വാർത്തകളെ മനസ്സിലാക്കുമ്പോൾ. അതെ, നിലവിലിപ്പോൾ ഈ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഓഡിറ്റിംഗ് ഏജൻസി അതുപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റിനെയും ഒക്കെ പഴിചാരി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ദേവസ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ ഫലപ്രദമായി നടക്കുമോ? കാരണം 17-ാം തീയതിയൊക്കെ ഈ യോഗം ചേരാനിരിക്കുന്നു. അതിനുശേഷം നിർണായകമായ തീരുമാനങ്ങൾ അറിയിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇവരെ ഓരോ സന്ദർഭത്തിലും ഓരോരുത്തരെ പഴിചാരി രക്ഷപ്പെടുക എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുഴപ്പം എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരി രക്ഷപ്പെടും. ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴപ്പക്കാരനാണെങ്കിൽ ആ കുഴപ്പക്കാരൻ അവിടെ കൊണ്ടുവന്ന് പോറ്റി ഇതാരാണ്? ഇതേ ദേവസ്വം ബോർഡ് ഭരണാധികാരികളല്ലേ. അത് ചിലപ്പോൾ ഇടതും ഉണ്ടാവും വലതും ഉണ്ടാവും.
ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോഴും വലതുപക്ഷം ഭരിച്ചിരുന്നപ്പോഴും ഒരേപോലെ ഈ കള്ളന്മാരെ പോറ്റി. അത് കഴിഞ്ഞ് തന്ത്രിയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോരുത്തരാണ്. പിന്നെ ഇപ്പൊ കോടതിയാണ് ഉത്തരവാദി എന്നുള്ള നിലയ്ക്കായി. കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലും പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് അവിടെ ഓരോ കാര്യവും നടത്തിയതെന്ന് പറഞ്ഞ് കോടതിയുടെ പരിചാരലാണ്. യഥാർത്ഥത്തിൽ ഇവര് ക്ഷേത്ര വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വിശ്വാസികളെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്ത അട്ടകളായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഒക്കെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടെ, ഭരിക്കുന്ന കക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പൊ ക്ഷേത്രത്തിനകത്ത് കയറി ഭരണ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യമാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ദേവസ്വം ബോർഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ശാന്തകുമാർ കെ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഏത് രീതിയിലാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. അതിന് പിന്നാലെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ക്രമക്കേടുകളുടെ കഥ പുറത്തു വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ കരാറെടുത്ത സ്ഥാപനത്തിന്റെയും അതുപോലെ തന്നെ ഓഡിറ്റ് നടത്തിയ സ്ഥാപനത്തിന്റെയും ഒക്കെ പ്രതിനിധികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ദേവസ്വം രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ആകുമോ ഇവർ ഈ പറയുന്ന വാദങ്ങളൊക്കെയും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും വേറെ പിഴവൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന വാദങ്ങളെ ശരിവെക്കാനാകുമോ? നമസ്കാരം. ഞാനിപ്പോ ഇതിലിപ്പോ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള ഒരു വിവരം വെച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡ് ഒരു സ്വകാര്യ ഓഡിറ്റ് സ്ഥാപനത്തിനായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്വകാര്യ ഓഡിറ്റ് സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമായിരിക്കാനാണ് സാധ്യത. അത് ഏതാ ഫേമിന്റെ പേരോ കാര്യങ്ങളോ അറിയില്ല. ഫേമിനാണ് ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിനാണ് കൊടുത്തിരിക്കുന്നുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ അവർ കണക്കുകൾ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ ഈ പത്രത്തിൽ കാണുന്നതെല്ലാം അവരുടെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പ്രോപ്പർ ടെൻഡറുകൾ ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ പലതിനും ബില്ലുകളും രേഖകളും ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ഈ അസറ്റ് എന്ന് പറയുന്നത് വാങ്ങിയിട്ടുള്ളത് നമ്മൾ അത് കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് എണ്ണി നോക്കുമ്പോൾ അതിന്റെ എണ്ണത്തിൽ കുറവ് കാണുന്നു എന്ന് പറയുന്നു. അതുപോലെ ഭക്ഷണത്തിൽ ചെലവാക്കിയിട്ടുള്ളത് കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചു എന്നുള്ള കണക്കുണ്ടെങ്കിലും ഈ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം അതിവിടെ 4000 പേര് വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ 5000 പേര് ഭക്ഷണം കഴിച്ചു എന്നുള്ള കണക്കുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള എനിക്ക് പറയുമ്പോൾ ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റ് നടത്തിയിട്ടുള്ളതാണെങ്കിൽ ഈ വരുമ്പോ പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ ഒരു പിഴവ് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ സ്വകാര്യ സ്ഥാപനത്തിന് ഇത്തരത്തിൽ ഈ ഓഡിറ്റ് നൽകുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അല്ല, സ്വകാര്യ സ്ഥാപനം ശരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ആ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേം ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് ഞാൻ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രകാരം ഗൈഡൻസ് പ്രകാരം ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് തന്നെയായിരിക്കും അവർ ഓഡിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അത് കാണാതെ അത് ശരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അതിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് കമന്റ് പറയാൻ സാധ്യമല്ല. ഇപ്പൊ ഇത് കാണുന്നതനുസരിച്ച് പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് ഇതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നാണ് കാണുന്നത്. വൗച്ചറുകളില്ല, ബില്ലുകളില്ല, അതിന് ടെൻഡർ വിളിച്ചിട്ടില്ല. പിന്നെ കോൺട്രാക്ട് കൊടുത്ത ഫേമുകൾ വേറെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോൺട്രാക്ട് കൊടുത്ത് സബ് കോൺട്രാക്ടിന് കൊടുത്തതിനേക്കാളും കൂടുതൽ ബില്ലുകൾ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഈ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതിന്റെ നടത്തുകാരോ ഗവൺമെന്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ കണക്കുകൾ ഹൈക്കോടതി വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിലിപ്പോൾ ഈ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഏത് രീതിയിലാകും അപ്പോൾ ഇതിന്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇനി നടക്കുക? അല്ല, ഇതിപ്പോ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ഒരു സ്വകാര്യ ഓഡിറ്റ് സ്ഥാപനമാണെങ്കിൽ അവർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഹൈക്കോടതി അതിനെ വിലയിരുത്തിയിട്ട് ആ റിപ്പോർട്ട് പ്രകാരം ഉള്ള പോരായ്മകളെ കുറിച്ച് ഹൈക്കോടതി അതിനുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുക, അതിനുള്ള ഒരു ഓർഡർ ഒക്കെ ചെയ്യും. അപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി അതിന് വേണ്ടതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ പോലും ഇത്രയും രൂപയുടെ ഒരു ക്രമക്കേടുകൾ വരാനിടയായ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും? ഈ പറയുന്ന നിലവിൽ ഈ ദേവസ്വം പറയുന്ന വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമോ? അല്ല, ക്രമക്കേടുകൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിപ്പോ ദേവസ്വം
ഈ കണക്ക് പ്രകാരം ഇത് പ്രകാരം 6 ചില്ലാനം കോടി രൂപ ചെലവാക്കി എന്നാണ് ഇതിൽ പറയുന്നത്. ഈ 6 ചില്ലാനം കോടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെലവാക്കിയിട്ടുള്ളതിന്റെ കണക്കുകൾ കൃത്യമായിട്ടുണ്ടാവണം. ഓരോ ഇനത്തിൽ ചെലവാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ടെൻഡർ വിളിക്കുക, കാര്യങ്ങൾ വിളിക്കുക, എന്നിട്ട് കൊട്ടേഷൻ അനുസരിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുക. ആ പ്രൊസീജിയറുകൾ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളതിന്റെ കണക്കുകൾ, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ബില്ലുകള്, കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവണം. അത് ഇല്ലെങ്കിലാണ് ക്രമക്കേട് എന്ന് പറയുന്നത് അതിന്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ശാന്തകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ആണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചുവട് പിടിച്ചുകൊണ്ട്, ഈ വിവാദങ്ങൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നൊരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ എം.വി. ഗോവിന്ദ് അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് വസന്ത് സിറി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഏത് രീതിയിലാണ് കത്തി നിൽക്കുന്നതെന്നുള്ളത്. അതിന് പിന്നാലെ വീണ്ടും ഈ ശബരിമലയിലെ ക്രമക്കേടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പോലും അതിന് പിന്നാലെ പോലും വലിയ ക്രമക്കേടുകളുടെ കഥയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് മാറി എന്നാണ് ഓഡിറ്റർ പറയുന്നത്. പക്ഷേ ഓഡിറ്ററും തെറ്റിപ്പോയത് നന്ദഗോവിന്ദം ഭജൻസ് അല്ല, ഇത് എം.വി. ഗോവിന്ദൻ ഭജൻസ് ആണ്. എന്താണ് അവരുടെ ഗാനം? അവരുടെ ഗാനം ആരും അറിയരുതേ ഗുരുവായൂരപ്പ ഞങ്ങൾ നടത്തിയ ശബരിമലയിലെ കൊള്ള എന്നുള്ളതാണ് ഇവരുടെ ഗാനത്തിന്റെ ആത്യന്തികമായ ബേസ്. ഞങ്ങൾ ഇത് തുടക്കം തൊട്ടേ പറയുന്നതാണ്. സെപ്റ്റംബർ മാസം 20-ാം തീയതി 2025 ഈ പരിപാടിയുമായി ഇവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത് ഇത് അഴിമതി സംഗമമാണ്. ഇത് സർക്കാരിന് ആൾക്കാരെ കൂട്ടാനുള്ള അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ എക്സർസൈസ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞാണ്. അന്ന് ഞങ്ങളെ വിമർശിക്കാനായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത്. കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഞങ്ങളുടെ സർവൈലൻസിലാണ് പരിപാടി നടത്തേണ്ടത് എന്ന് ഹൈക്കോടതി 2 തവണ പറഞ്ഞതാണ്. ഹൈക്കോടതിയിൽ 3 തവണയാണ് ഹർജികൾ വരുന്നത്. ആ ഹർജികളിലും ഒരു അഫിഡവിറ്റ്, അതായത് ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചതുണ്ട്. അതിലെന്താ പറയുന്നത്? അതിൽ ഒന്നാമത് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ നയാ പൈസ എടുക്കില്ല എന്നാണ്. ആ ദേവസ്വം ബോർഡിന്റെ നയാ പൈസ എടുക്കില്ല എന്ന് പറഞ്ഞ സർക്കാർ ഏതാണ്ട് 6-7 കോടി രൂപയുടെ പരിപാടി 600 പേരുടെ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ ചെലവെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പറയുന്ന നിലയ്ക്കൽ നിന്ന് അല്ലെങ്കിൽ പന്തളത്ത് നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള എറണാകുളത്ത് ഗസ്റ്റുകളെ താമസിപ്പിക്കാതെ 150-200 കിലോമീറ്റർ അപ്പുറത്തുള്ള മൂന്നാറിൽ കൊണ്ടുപോയി എന്തിനാണ് ഗസ്റ്റുകളെ താമസിപ്പിച്ചത്? മുഖ്യമന്ത്രിയുടെ VIP ഭക്ഷണത്തിന് 30,000 രൂപ ചെലവ് വന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് 100 പേരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പോട്ടെ, അതിന്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുന്ന അധമ സംഘമായി ഇവർ മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ആ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ആയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വെളിയിൽ വന്നിരിക്കുകയാണ്. ഇത് അയ്യപ്പ സംഗമമായിരുന്നില്ല, ആഗോള കൊള്ള സംഗമമായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് വെളിയിൽ വരുന്നത്. ഇനിയും കേരളം ഞെട്ടാനുള്ള വലിയ കൊള്ള, വലിയ അഴിമതി, ഈ ഹൈക്കോടതി പറഞ്ഞ രീതിയിൽ സുഭാഷ് കപൂർ മോഡൽ കൊള്ള, ആ കൊള്ള ശബരിമലയിൽ നടന്നതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ വെളിയിൽ വരും. വാസവനും ഇതിൽ ഒഴിവുണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് ഈ ദേവസ്വം ബോർഡിന് തന്നെ ഈ ചിലവായ തുകയിലൊരു ഒത്തൊരുമയുള്ളൊരു തുകയില്ല എന്നുള്ളതാണ്. കാരണം ദേവസ്വം കമ്മീഷണർ എന്ന് പറയുമ്പോൾ PS പ്രശാന്ത് വേറൊരു തുകയാണ് പറയുന്നത്, ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് മറ്റൊരു തുകയാണ്. അങ്ങനെ ഇവരിൽ പോലും ഈ തുകയുടെ കാര്യത്തിൽ ഒരു ഒത്തൊരുമ ഇതുവരെ വന്നിട്ടില്ല. ആരാണ് ഓഡിറ്ററിന് ബേസ് ഡാറ്റ കൊടുക്കുന്നത്? ഓഡിറ്റർ ഒരു ബേസ് ഡാറ്റയുടെ പുറത്തായിരിക്കുമല്ലോ ഓഡിറ്റിംഗ് നടത്തുന്നത്. ആ ബേസ് ഡാറ്റ കൊടുക്കുന്ന ആരാണ്? ഒന്നെങ്കിൽ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഏർപ്പെട്ടിരിക്കുന്ന കരാറുകാര്. ഇവരിൽ ആരെങ്കിലും കൊടുത്ത ബേസ് ഡാറ്റ വെച്ചാണല്ലോ ഈ ഓഡിറ്റ് ഉണ്ടാവുന്നത്. അതായത് ദേവസ്വം ബോർഡ് കൊടുത്ത കണക്കും ഈ കരാറുകാർ കൊടുത്ത കണക്കും തമ്മിൽ പൊരുത്തമില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെ പ്രശ്നമാണ്? നോക്കൂ, നന്ദഗോവിന്ദം ഭജൻസിനെ ബുക്ക് ചെയ്യാൻ ഫോൺ വിളിച്ചു, കിട്ടിയില്ല 2000. ഗോവിന്ദൻ ഭജൻസ് തിരിച്ചു വിളിച്ചു, എടുക്കാൻ പറ്റിയില്ല 5000. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു 50,000. വാട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ല, അതുകൊണ്ട് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു 1.5 ലക്ഷം. ഒടുക്കം അവർ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ വരുന്നില്ലാത്തതുകൊണ്ട് അവർ വിഷമിക്കണ്ടെന്ന് ഓർത്ത് അവർക്ക് കൊടുത്തു 5 ലക്ഷം എന്ന കണക്കിനാണ് കണക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സിനിമയ്ക്കകത്ത് പറയില്ലേ, മുള കിട്ടിയില്ല പോയി 3000. ആ കണക്കിന് ഒരു തട്ടിപ്പ് കണക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് ഹൈക്കോടതിയുടെ മുമ്പിൽ പൊളിയും എന്നതിൽ സംശയം വേണ്ട. അതെ, അതോടൊപ്പം തന്നെ ഈ മന്ത്രി VN വാസവൻ പറഞ്ഞ ഒരു കാര്യം, കാരണം താൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് താൻ എങ്ങനെ മറുപടി പറയുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ വന്നിട്ടുള്ള കൃത്രിമ കണക്കുകളെ പറ്റി ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ ദേവസ്വം മന്ത്രിക്ക്? ഒരിക്കലും പറ്റില്ലല്ലോ. ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് പിന്നെ എന്താണ് പണി എന്ന പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് എന്തെങ്കിലും പണി വേണ്ടേ? ഞാൻ പറയട്ടെ, ഈ വാസവന്റെ ടേക്ക് എന്താണ്? വാസവൻ പറയുന്നത് വീട്ടിൽ കൊള്ള നടക്കാൻ ഞാൻ ഒന്നും ചെയ്തില്ല, കൊള്ളയ്ക്ക് ഞാൻ കൂടുതൽ നിന്നില്ല, കൊള്ള നടത്തിയത് ഞാനല്ല,
പക്ഷെ കൊള്ളക്കാരൻ വരുന്നതനുസരിച്ച് വീടിന്റെ വാതിൽ തുറന്നു വിട്ടു കൊടുത്തത് ഞാനാണ്. അതിനപ്പുറത്ത് ഞാൻ ഒന്നുമേ ചെയ്തില്ല, ഞാൻ കൂടുതലൊന്നും ചെയ്തില്ലേ എന്ന് പറയുന്ന കണക്കാണ്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്ന നിലയിൽ അയാൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭവുമായി കോൺഗ്രസ് തെരുവിലുണ്ടായിരിക്കും എന്നതിൽ സംശയം വേണ്ട. ശരി, വളരെയധികം നന്ദി ശ്രീ വസന്ത് സുരേഖ ഇരുഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിട്ടുള്ളത്. ഈ സംഭവത്തിൽ MV ഗോവിന്ദനടക്കം വിശദീകരണവും നടത്തി. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തുവരുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന 17-ാം തീയതി ചേരാൻ പോകുന്ന യോഗത്തിന് പിന്നാലെ ഇക്കാര്യങ്ങളിലൊക്കെയും ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സ്വർണ്ണപ്പാളികളിൽ നിന്ന് മുറിച്ചെടുത്തത് വലിയ ഭാഗങ്ങളാണ്. ദ്വാരപാലക ശില്പത്തിന്റെ കൈയുടെ ഭാഗത്തും SIT എടുത്തു. കൈയുടെ ഭാഗവും SIT എടുത്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സന്നിധാനത്ത് SIT നടത്തിയ പരിശോധന ഇതോടെ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സ്വർണ്ണപ്പാളികളിൽ നിന്ന് വലിയ ഭാഗങ്ങൾ മുറിച്ചെടുത്തതോടെ ദ്വാരപാലക ശില്പത്തിന്റെ കൈയുടെ ഭാഗത്ത് വലിയ വിടവ് രൂപപ്പെട്ടിട്ടുണ്ട്. തന്ത്രിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷമാണ് SIT പാളികൾ പുനഃസ്ഥാപിച്ചത്. എന്നാൽ പാളികൾ ഈ രൂപത്തിൽ ദീർഘകാലം വെക്കാൻ കഴിയില്ലെന്നാണ് തന്ത്രിയുടെ നിലപാട്. അംഗഭംഗം വന്നെങ്കിലും തൽക്കാലം സ്ഥാപിക്കാമെന്നും മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവ് എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുമെന്നും തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദ പരിശോധനയ്ക്ക് വലിയ ഭാഗങ്ങൾ മുറിച്ചെടുക്കാതെ വഴിയില്ലെന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം. മുറിച്ചെടുത്ത സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തിങ്കളാഴ്ച കൊല്ലം കോടതിയിൽ നൽകും. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് സന്നിധാനത്ത് പരിശോധന നടത്തിയത്. കുംഭമാസ പൂജയ്ക്കായി നട തുറന്നതിന് പിന്നാലെയാണ് സ്വർണ്ണപ്പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കൽ ആരംഭിച്ചത്. ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിലെ പാളികൾക്ക് ശേഷമാണ് പരിശോധന ദ്വാരപാലക ശില്പങ്ങളിലേക്ക് നടത്തിയത്. ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും SITക്ക് ഒപ്പമുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ്, കാലപ്പഴക്കം എന്നിവയിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാന ലക്ഷ്യം. വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.